സ്റ്റീഫൻ, വാതിൽ തുറക്ക്. സ്റ്റീഫ, നോക്കട്ടെ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. 3 വർഷമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അരണെ നിനക്കറിയില്ലേ? വാ, അകത്തെങ്ങനുണ്ടായിരുന്നു? ജയിലിനകത്ത് വേണമെങ്കിൽ നേരത്തെ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ ഞാൻ തിടുക്കം കാണിച്ചില്ല. നീ ആന്ധ്രയിലേക്ക് കടന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായ. ഞാൻ ആ സൂര്യറാവിനെ കണ്ടപ്പോ എല്ലാവരും ഒരു ജയില് തന്നെയെന്ന് ആരണ്ട. അതെ, നാട്ടിലെ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്തടത്തോളം കാലം ഇതൊക്കെ ജയില് തന്നെയാ. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. ഇവിടത്തെ ഓപ്പറേഷൻ തീരുമാനമായി അറിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. എന്നാ നാരായണ ദിവസം നിശ്ചയിച്ചു. 1-2 മാസങ്ങളായി അയാളുടെ നീക്കങ്ങൾ നമ്മുടെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം അരുണ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ വെടിമരുന്നും പെട്ടികളും മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളെയാളെ കൊല്ലും, ആ പോലീസ് ചീഫിനെ. നമ്മുടെ പ്രഖ്യാപനങ്ങൾ തയ്യാറായ നാരായണ. ഞങ്ങളത് തയ്യാറായിക്കൊണ്ടിരുന്നു. വാ. നമ്മുടെ സംഘം ആ ചീഫിനെ വധിച്ചെന്ന് എല്ലാവരും അറിയും. ഇതാ എന്താ എന്റെ ജോലി? നീ അരുണയുടെ കൂടെ നിന്നാ മതി. പിന്നെ ആവശ്യം വരികയാണെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി പകരം പോകേണ്ടി വരും. പിന്നെ ആരൊക്കെയാ നമ്മുടെ കൂടെ? ജമാൽ ചെറുപ്പമാ, ശരിക്കും വിശ്വസിക്കാവുന്ന ആളാ. പിന്നെ ഹരി, നീ അവനെ കണ്ടിട്ടുണ്ടാവില്ല. ഓ, ഹരി? അതെ, ഹരി. കവിനെ ഞങ്ങളവനെ വിളിക്കുക, അതാവനിഷ്ടം. കവിയോ? നമുക്ക് പറ്റിയ പേരല്ലത്. ഒരു വിപ്ലവകാരിക്ക്. അതെന്നാ അവന്റെ പറച്ചില്. എല്ലാ കവിതകളും വിപ്ലവാത്മകമാണെന്ന അവന്റെ പ്രസംഗം. അല്ല കുട്ടി, ബോംബുകൾ മാത്രമാ വിപ്ലവാത്മകം. ഇതാണ് ജമാൽ. ചീഫിന്റെ നീക്കങ്ങളും പോക്കുവരവും പഠിച്ച് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ജമാലാണ്. വീട്ടിൽ നിന്ന് ടൗണിലേക്കുള്ള വഴിയില്ലേ, അതല്ലേ നീ ഉദ്ദേശിച്ചത്? നീ അത് ശരിക്കും പഠിച്ചോ? പിന്നെ ഞാനൊരു വരച്ച പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെ കൂടെ കാണിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് വീട്. ഈ വഴിയിലൂടെയാണ് കാർ വരിക. ഇവിടെ തിരിഞ്ഞ് ബോട്ടിന് കിഴക്കുവശത്തുള്ള സ്ഥലം. നമ്മുടെ സ്ഥലത്തുനിന്ന് സിഗ്നൽ കാണിക്കാൻ ഇതാ പറ്റിയ സ്ഥലം. ഇതേതാ ഈ അടയാളം? ഇവിടെ വെച്ചാവും സംഭവം എളുപ്പം. ക്യാമ്പിലേക്ക് അടയാളം കാണിക്കാൻ സൗകര്യം ഇവിടെ. ഹരി, ഇതാണ് സ്റ്റീഫൻ. സൂര്യറാവ് പറഞ്ഞില്ലേ? ഹരി. സ്റ്റീഫൻ വാറങ്കലായിരുന്നല്ലേ? ഞാൻ പോയിട്ടുണ്ടൊരിക്കൽ. കോളേജിൽ നിന്ന് എക്സ്കർഷന് പോയതാ. അവിടെ ഒരു ഉഗ്രൻ ശിവന്റെ മരണ്ട്, കണ്ടിട്ടുണ്ടോ? ഭയങ്കര കൊത്തുപണികളാ. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളാ മണ്ഡപത്തില്. ഹരി, നീ ആ വണ്ടിയുടെ അടയാളം ശ്രദ്ധിച്ചോ? പിന്നെ ഇപ്പോ 1 മൈൽ ദൂരെ നിന്ന് പോലും എനിക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും.
മഫ്റ്റിയിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓ, അവന്മാരവിടെയൊക്കെ അങ്ങനെ തിരിഞ്ഞളിക്കുന്നുണ്ട്. ഡോക്കിലെ പണി കളഞ്ഞു ഒളിച്ചൊരുത്തിന്റെ കെയറോഫിലാ ഞാൻ അവരെ പരിചയപ്പെട്ടത്. ഇടയ്ക്കിടയ്ക്ക് ചില ചായ സിഗരറ്റും ഒക്കെ ഓസാറുണ്ട്. പിന്നല്ലാതെ ചായ ഓസാൻ പറ്റുമ്പോഴൊക്കെ ഓസാൻ. ബോംബ് ഞാനറിഞ്ഞോളാം. വയ്യ സ്റ്റീഫൻ, തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നോക്ക്, ബോംബ് എറിയുന്നത് ഞാനുമല്ല. പിന്നെ ആരാ? ഹരി. രണ്ടാമത്തത് ജമാലും. ഹരിയോ? പുതിയൊരാൾക്ക് ഒരിക്കലേ ഇത് ചെയ്യാനാവും. പിന്നൊരവസരം ആർക്കും കിട്ടില്ല സ്റ്റീഫ. ഇതാണ് നമ്മുടെ ഗോഡൌൺ. ഈ വഴിയിലൂടെയാണ് ചീഫിന്റെ കാർ വരിക. ബ്രിഡ്ജിന്റെ വശത്തുള്ള വഴിയിലൂടെ. കാർ ഒന്ന് പതുക്കെയാണ് സ്ഥലം ദാ ഇവിടെ. വളവ് തിരിക്കാൻ അല്ലേ ജമാൽ? ഈ 2 സ്ഥലങ്ങളിൽ നമുക്ക് പറ്റിയ പോയിന്റ് ദാ ഇത് തന്നെയാ. ഹരി, നീ ഇതാ ഇവിടെ നിൽക്കണം. ജമാൽ ദാ ഇവിടെ. സ്റ്റീഫ, നമ്മുടെ ഗോഡൌണിൽ നിന്ന് കാണാവുന്ന ഇടമുണ്ട്. നീ അവിടെ നിൽക്കണം. ദാ ഇവിടെ. നമ്മുടെ ഓപ്പറേഷൻ പോയിന്റ് അവിടെ നിന്നാൽ നിനക്ക് കാണാം. ദാ ഇങ്ങനെ. അരുണയും ഞാനും ദാ ഇവിടെ നിൽക്കും. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രഖ്യാപനം വിതരണം ചെയ്യാൻ ഞങ്ങൾ റെഡിയാവും. സിഗ്നൽ എന്താണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എല്ലാം ശരിക്കും നടന്നാൽ നാളെ ഈ നേരമാകുമ്പോഴേക്കും ആ ചീഫിന്റെ കഥ കഴിഞ്ഞിരിക്കും. അയാളെ മാത്രമല്ല, നമുക്കതിന് മുകളിലുള്ളവരെ തട്ടേണ്ടത്. നമ്മുടെ തുടക്കം അയാളിൽ നിന്നാണെന്ന് മാത്രം. ഇനി അഥവാ നമുക്ക് പിഴയ്ക്കുകയാണെങ്കിൽ ധാരണേട്ടാ, ഓർമ്മയുണ്ടോ 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻകാർ ചെയ്തതിന് നമുക്കും ചെയ്യണം. അവരൊരിക്കലും കീഴടങ്ങില്ല. അവരാത്മഹത്യ ചെയ്യും. ഹരി, അതിനെക്കുറിച്ചല്ല നീ ആലോചിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലോചിക്കേ. ആത്മഹത്യ ചെയ്യണമെങ്കിൽ നിനക്ക് സ്വയം അത്രമാത്രം സ്നേഹം തോന്നണം. ഒരു യഥാർത്ഥ വിപ്ലവകാരിക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. യഥാർത്ഥ വിപ്ലവകാരിയോ? അതെ, സ്വന്തം ബോറടി മാറ്റാൻ വേണ്ടി വിപ്ലവത്തെ തലയിടുന്നവരെ എനിക്കിഷ്ടമല്ല. സ്റ്റീഫ, അതെ, ഞാനൊരു കവിയൊന്നുമല്ല, അല്പം പരിക്കന. ഇതുവരും വേഷമല്ല. നമ്മൾ അന്യോന്യം സ്നേഹിച്ചും താലോചിച്ചും കഴിഞ്ഞുകൂടാനല്ല ഇവിടെ വന്നത്. നമുക്ക് ജയിക്കാൻ വേണ്ടിയാ. എനിക്ക് ബോറടിച്ചിട്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതിപ്പോ ആരെങ്കിലും പറയണോ? നിന്റെ കവിതയും ശിവക്ഷേത്രവും ആത്മഹത്യയും ഒക്കെ ഞാൻ കേട്ടില്ലേ? തുറന്നു പറയാറാണ്ടാ എനിക്ക് വലിയ വിശ്വാസമൊന്നും. നിങ്ങൾക്ക് എന്നെ അറിയാത്തോണ്ടാ സ്റ്റീഫൻ. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാ. ഞാൻ ജീവിതത്തെ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നത്, മടുത്തിട്ടല്ല. ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടാ ഞാൻ പാർട്ടിയിലും ചേർന്നു. ഞാൻ സ്നേഹിക്കുന്നത് ജീവിതത്തെ അല്ല, അതിൽ എത്രയോ വലിയ ഒന്നിനെയാ. ഞാൻ സ്നേഹിക്കുന്നത് നീതിയെയാ. അതെ, നമ്മളെല്ലാം സ്വന്തം വഴിയിലൂടെ അതിനുവേണ്ടി തന്നെയാ പ്രവർത്തിക്കുന്നത്. വഴിയുടെ വ്യത്യാസം. ഞാൻ വന്ന ഒരാളെ കൊല്ലാനാ, അല്ലാതെ അയാളെ സ്നേഹിക്കാനോ വ്യത്യാസം പുറത്തു കാണിക്കാനോ അല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ വെറുതെ ഒരാളെ കൊല്ലുകയല്ല, ഒരു കാരണവുമില്ലാതെ. ഞങ്ങളുടെ കൂടെ നിന്ന് നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അയാളെ കൊല്ലുന്നത്. എനിക്കിനി പുതിയൊരു ന്യായീകരണത്തിന്റെയോ കാരണത്തിന്റെയോ ആവശ്യമില്ല. അത്രയ്ക്കധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ച് 3 വർഷങ്ങൾക്ക് മുമ്പ്. ഇനിയിപ്പോ മതി. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടവരാ. നീതിക്ക് വേണ്ടിയാണ് നമ്മൾ കൊല ചെയ്യുന്നത്. മതി. വാ സ്റ്റീഫ, ആ സിഗ്നലിന്റെ കാര്യം നമുക്ക് തീരുമാനിക്കാം. സ്റ്റീഫന് എന്നെ ഇഷ്ടല്ല, അതാ കാര്യം. അയാൾക്ക് ആരെ ഇഷ്ടല്ല. നോക്ക്, നീ ഇതൊന്നും ഇത്ര കാര്യമായിട്ടെടുക്കണ്ട. സ്റ്റീഫൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാ. നാരനട്ടിനൊക്കെ പറഞ്ഞ് നേരെക്കിക്കോളും. ചിലപ്പോ എനിക്ക് തോന്നും ആരും എന്നെ മനസ്സിലാക്കണില്ലെന്ന്. അയാളെപ്പോലെ നമ്മുടെ ലക്ഷ്യത്തിൽ എനിക്കും വിശ്വാസമുണ്ട്. അതേപോലെ എപ്പോഴും സീരിയസ് ആയി കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും ആവും. പക്ഷേ എന്തിനാ അങ്ങനെ? എങ്ങനെ ഞാനത് പറയാ? ജീവിതം മനോഹരമായ ഒന്ന്. ജീവിതത്തിന് വേണ്ടിയുള്ള വിപ്ലവത്തിലാണ് എനിക്ക് താല്പര്യം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഇതൊക്കെ ഞാൻ അവരെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? ഹരി, നിനക്ക് മുമ്പേ ഞാൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. നീ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇതൊക്കെ. പിന്നെ അവസാനത്തൊരു നിമിഷമില്ലേ, അതിനെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. അതിന് ധൈര്യം വേണ്ടത്. ഹരി, ഒരു കാര്യം നീ മനസ്സിലാക്കിയേ തീരൂ. ബോംബെറിയുന്നതും പിന്നെ കഴുമരത്തിൽ കയറുന്നതും ഒക്കെ എളുപ്പമുള്ള കാര്യങ്ങളാ. പക്ഷേ നിന്റെ നേരെ മുമ്പിൽ വച്ച് നീ അയാളെ കാണും. ആരെ? നീ കൊല്ലാൻ പോകുന്ന ആളെ. അതെ, പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട്. അതെ, ആ ഒരു നിമിഷത്തിൽ നീ അയാളെ നോക്കും. ഹരി, ഒരു മനുഷ്യൻ വെറും ഒരു മനുഷ്യനാണ്. അയാൾക്ക് നിറഞ്ഞ കണ്ണുകളുണ്ടായിന്ന് വരാം. ഒരുപക്ഷെ അയാൾ മെല്ലെ ചിരിക്കുന്നതോ മുഖം തടവുന്നതോ നീ കാണും. ചിലപ്പോ ആർക്കറിയാം, അയാളുടെ മുഖത്ത് രാവിലെ ഷേവ് ചെയ്തപ്പോഴുണ്ടായ മുറിവിന്റെ പാട് നീ കണ്ടെന്നു വരും. ആ ഒരു നിമിഷത്തിൽ അയാൾ നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ. ഞാൻ കൊല്ലുന്നത് അയാളെയല്ല, അയാളുടെ വ്യവസ്ഥയെ, അനീതിയെ. അല്ല, നീ അയാളെ കാണും. 1-2 വാരം അടുത്ത് വെച്ച്. ഞാൻ അയാളെ കാണില്ല. എങ്ങനെ? നീ കണ്ണടയ്ക്കോ? ഹരി, ഇവിടെ ഒന്ന് നിൽക്കാം. നാളായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കമ്മീഷൻ ഓഫീസിൽ വിവരം കിട്ടി. നാളെ വൈകിട്ട് ടൗൺ ഹാളിലെ മീറ്റിംഗിന് വാ. ആ, നന്ദേട്ടാ, ഇവിടെ വന്നിരിക്കെ. സമയമായില്ലല്ലോ. ഹരിയും ജമാലും ആ വളവ് കഴിഞ്ഞാ നിൽക്കുന്നത്. സ്റ്റീഫനെ എനിക്ക് കാണാം, അവൻ വീട് വലിച്ചോണ്ടാ നിൽക്കുന്നത്. അതൊരു വണ്ടി വരുന്നുണ്ട്. അതല്ല, ധൃതി കൂട്ടാൻ നന്ദേട്ടാ, ഇവിടെ വന്നിരിക്കെ. സിഗ്നൽ കിട്ടിയാൽ ഉടനെ എല്ലാം റെഡിയായിരിക്കണം. എനിക്ക് അവരോട് അസൂയ തോന്നുക. എന്തിനാ? നിങ്ങളുടെ സ്ഥാനം ഇവിടെയല്ലേ, നിങ്ങളല്ലേ ഇൻചാർജ്. അതെ, ഞാനാണ് ഇൻചാർജ്. പക്ഷേ ഹരിയായിരുന്നു ഇനി ഏറ്റവും പറ്റിയ ആൾ. അവനാകുമ്പോ കൂടുതൽ കാര്യങ്ങൾ അവസാനം വരെ സ്വന്തം ജോലി ചെയ്തു തീർക്കുക എന്നതല്ലേ പ്രധാന കാര്യം നാരായണേട്ടാ. ശരിയാ.
എന്താ എന്താ ഉണ്ടായേ? എനിക്കറിയില്ല. ആദ്യത്തെ ഏറിനാ ഞാൻ കാത്തുനിന്നു. ഹരിയെ തയ്യാറായി നിൽക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് മിനിറ്റിൽ പ്ലാനെല്ലാം മാറ്റിയൊന്ന് സംശയിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി. എന്നിട്ട് ഹരി എവിടെ? വാ വാ വാ, കേറ് വേഗം. എന്താ ഉണ്ടായേ? എനിക്ക് പറ്റിയില്ല ചേട്ടാ, എന്നോട് ക്ഷമിക്ക. പോട്ടേറി സാരല്ല, ചിലപ്പോ ഇങ്ങനെയല്ല ഒരു മിനിറ്റ് കൊണ്ട് പിഴയ്ക്കും. നീ എന്താ പേടിച്ചോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അതല്ല, അവരെ കൊല്ലാൻ ഞാൻ ആ വണ്ടിക്കകത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളോ? അതെ, പോലീസ് ചീഫിന്റെ പേരക്കുട്ടികൾ. അയാൾ ഒറ്റയ്ക്കായിരിക്കുമെന്നല്ലേ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്? അയാളുടെ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കവിക്ക് സഹിക്കാവുന്നതിലും കൂടുതൽ ആളുകൾ അല്ലേ? ഇതെങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ബോംബെറിയാനായി ഞാൻ കൈ ഉയർത്തിയതാ. അപ്പോഴാ ഞാൻ ആ കുട്ടികളെ കണ്ടത്. പിന്നെ എന്താണ്ടായതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്റെ കൈ തടർന്നുപോയി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ബോംബെറിയാനായി ഞാൻ കൈ ഉയർത്തിയത്. അപ്പോഴാണ് ഞാൻ ആ കുട്ടികളെ കണ്ടത്. പിന്നെ എന്താണ്ടായതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്റെ കൈ തടർന്നുപോയി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. നാരായണ, ഞാൻ പിന്മാറിയതല്ല. ഞാൻ അവരെ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കാനാ നമുക്ക് ഇവിടെ കൂടാന്ന് വെച്ചത്. എന്നാൽ ഗോഡൌണിൽ വെച്ച് ഹരിക്ക് അപ്രതീക്ഷിതമായി അവന് ചീഫിനെ കൊല്ലുക എന്നായിരുന്നു ഹരിക്ക് കൊടുത്ത ഓർഡർ. അതെ, പക്ഷെ ആ കുട്ടികളെ കൊല്ലാൻ പ്രസ്ഥാനം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആജ്ഞ അനുസരിക്കേണ്ട നിന്റെ കടമ. ഞാനാണ് ഇൻചാർജ്. പ്ലാൻ നടപ്പാക്കുന്നതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. തെറ്റെന്റേതാണ്. നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം അടുത്ത തവണയും ഈ ചുമതല ഹരിയെ ഏൽപ്പിക്കണമെന്നാണ്. എന്തു പറയുന്നു ജമാൽ? എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഹരി ചെയ്തന്നെയാവും ഞാനും ചെയ്യുക. അരുണ, ഹരി ചെയ്ത പോലെ ഞാനും എനിക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാളോട്. നിങ്ങൾ ഈ പറയുന്നതിന് അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടോ? ജയിൽ ചാടലും ഒളിവിൽ പോകലും ചാരപ്പണിയും എത്ര മാസങ്ങളായി. സെബാസ്റ്റ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സാവിത്രി എടുത്ത് തൂങ്ങി മരിച്ചു. എന്തിന്? വെറുതെ. ഇനിയുമെല്ലാം ആദ്യം മുതൽക്കേ തുടങ്ങണോ? ഇനിയും ഇതുപോലെ ഉറക്കമൊഴിച്ച പ്ലാനുകൾ ഉണ്ടാക്കി കാത്തിരിക്കണോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചുപോയോ? 2 ദിവസത്തിന് ശേഷം അടുത്ത അവസരം കിട്ടില്ല സ്റ്റീഫ. 2 ദിവസം? ഏത് നിമിഷവും പോലീസ് നമ്മെ പിടികൂടുമെന്ന് അറിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറയാറ്? തെറ്റെന്റേതാ. നിൽക്ക് ഹരി. സ്റ്റീഫൻ, ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ബോംബെറിയാൻ നിങ്ങൾക്കാവുമോ? ആവും. പ്രസ്ഥാനം എന്നോട് ആവശ്യപ്പെട്ടാൽ. ക്ഷമിക്കണം, ഞാനൊരു ഞരമ്പ് രോഗിയല്ല. കുട്ടികളെ കുറിച്ച് ഇങ്ങനെ വികാരം കൊള്ളുന്നിടത്തോളം കാലം വിപ്ലവത്തിന് വിജയിക്കാനാവില്ല. നിങ്ങളുടെ വിപ്ലവത്തെ ആ മനുഷ്യർ തന്നെ നിഷേധിക്കുന്നെങ്കിലോ? അപ്പൊ നിങ്ങൾ അവരെയും കൊല്ലുവോ? അതാണ് ആവശ്യമെങ്കിൽ ചെയ്യും.
അവർ ബോധവാന്മാരാകുന്നവരെ അവരെയും മർദ്ദിക്കും. ഞാനും ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതല്ല സ്നേഹം. അല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ. നീയോ? നീയൊരു പെണ്ണ. സ്നേഹത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പത്തിനൊന്നും വലിയ വിലയില്ല. തനിക്ക് ലജ്ജയില്ലേ സ്റ്റീഫൻ? ലജ്ജയോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അതുണ്ടായിട്ടുള്ളൂ. ഒരിക്കൽ മാത്രം. ചാട്ടവാറടിയേറ്റപ്പോൾ. അതെ, ഞാൻ ചാട്ടിയടിയേറ്റിട്ടുണ്ട്. അതെങ്ങനെ ഇരിക്കുമെന്നറിയോ? സൗത്ത് എന്തായിരുന്നു കൂടെ പോ. അത് താങ്ങാൻ കഴിയാൻ അവർ ആത്മഹത്യ ചെയ്ത്. പക്ഷെ ഞാൻ ജീവിച്ചു. പിന്നെ ഇപ്പോഴെന്തിനു ഞാൻ ലജ്ജിക്കണം? സ്റ്റീഫ, ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തു ആയിക്കൊള്ളട്ടെ. പക്ഷേ എല്ലാ കൈദികളെയും ന്യായീകരിക്കാമെന്ന് നീ പറയരുത്. പലതും ന്യായീകരിക്കാനാവില്ലെന്ന് തെളിയിക്കാനാണ് നമ്മളിൽ പലരും മരിച്ചു വീണത്. നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ നാം യാതൊന്നിനെയും തള്ളിക്കളയരുത്. അപ്പോ പോലീസുകാരോടെ ചേർന്ന് കള്ളക്കളി കളിക്കുന്നതും നിനക്ക് ന്യായീകരിക്കാനാവോ? ആവും. അതാണ് ആവശ്യമെങ്കിൽ. സ്റ്റീഫ, നീ ഇപ്പൊ പറഞ്ഞതെല്ലാം ഞങ്ങൾ മറക്കും. നീ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട്. പ്രശ്നം ഇത്രയേ ഉള്ളൂ. ആ കുട്ടികളുടെ നേർക്ക് നമ്മൾ ബോംബെറിയണോ വേണ്ടയോ? കുട്ടികൾ കുട്ടികൾ പിന്നെയും നിങ്ങൾ ആ കുട്ടികളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇതിന്റെ ഭവിഷ്യത്തുണ്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ആ 2 കുട്ടികളെ കൊല്ലാൻ നമ്മുടെ കവി മടിച്ചു. നാട്ടിൽ എത്രയോ കുട്ടികൾ ദുരിതങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്നു. എനിക്കതറിയാം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ബോംബ് കൊണ്ട് മരിക്കുക എന്നത് അതിലും എത്രയോ സുഖമുള്ള സംഗതിയാണ്. പക്ഷെ ഇവൻ വിശന്നു മരിക്കുന്ന കുട്ടികളെ ഇവൻ കണ്ടിട്ടില്ല. ആ ചീഫിന്റെ കൊച്ചു പട്ടിക്കുട്ടികളെ മാത്രമേ ഇവൻ കണ്ടിട്ടുള്ളൂ. നാളെ എന്താ ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അതോ ഇന്നത്തെ അവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ജീവിക്കുന്നത്? എങ്കിൽ ആയിക്കോ. വഴിയിൽ കാണുന്ന കൊച്ചു വസനങ്ങളെയും കണ്ട് കണ്ണു നനച്ചോ, കാരുണ്യത്തെ മുഴിക്കോ. പക്ഷേ വിപ്ലവത്തെ തലയിടണ്ട. എല്ലാ കഷ്ടതകളെയും തീർക്കുന്നതാണ് വിപ്ലവം. എല്ലാ വസനങ്ങളെയും, ഇന്നത്തെയും നാളത്തെയും എന്നത്തെയും. സ്റ്റീഫൻ, ആ ചീഫിന്റെ 2 കുട്ടികളെ കൊന്നതുകൊണ്ട് നമുക്കൊരു കുട്ടിയും വിശപ്പിൽ നിന്ന് രക്ഷിക്കാനാവില്ല. നിങ്ങൾക്കതറിയാം. സംഹാരത്തിന്റെ രീതിയിലും ശരിയും തെറ്റുമെന്നൊന്നുണ്ട്. പരിധികളുണ്ട്. ഒരു പരിധിയുമില്ല. വിപ്ലവത്തിൽ വിശ്വാസമില്ല എന്ന് മാത്രമാണ് ഇതിനർത്ഥം. ഇല്ല, നിങ്ങൾ ആരും ഇതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആരും ആ 2 കുട്ടികളെ കൊല്ലുന്നത് നിങ്ങൾക്ക് ന്യായീകരിക്കാനാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിപ്ലവത്തിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ്. സ്റ്റീഫൻ, നീതിക്ക് വേണ്ടി കൊല്ലാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ വാക്കുകൾക്ക് പിന്നിൽ അനീതിയുടെ ഭീഷണിയാണുള്ളത്. ഏകാധിപത്യത്തിന്റെ ഭീഷണി. അതെന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ എന്നെ അത് ഒരു വെറും കൊലപാതകയാക്കി മാറ്റും. ഞാൻ കൊല്ലുന്നത് നീതിക്ക് വേണ്ടിയാണ്. നീ വെറും കൊലപാതകിയാണോ അതോ നീതിക്ക് വേണ്ടിയാണോ നീ കൊലയുന്നത് എന്ന കാര്യത്തിൽ എന്താടാ ഒരു പ്രസക്തി? നീതി നടപ്പിലായ പോരെ. നീയും ഞാനും ഒന്നുമല്ല പ്രശ്നം. അതെ, അത് തന്നെയാ പ്രശ്നം. നിങ്ങൾ ഇത്രയൊക്കെ പ്രസംഗിച്ചതിന്റെ പിന്നിലും അത് തന്നെയാ കാര്യം. ആത്മാഭിമാനം. എന്റെ ആത്മാഭിമാനവും പൗരുഷവും എന്റെ സ്വന്തം കാര്യമാണ്. പക്ഷേ മനുഷ്യജീവിയുടെ ആത്മാഭിമാനം, അവന്റെ കലാപങ്ങൾ, അവനോട് ചെയ്യുന്ന അനീതികൾ, അത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. ആത്മാഭിമാനം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. സ്വന്തം ഭക്ഷണം തട്ടിപ്പറിക്കപ്പെടുമ്പോൾ മറ്റെന്തുകൊണ്ടവൻ ജീവിക്കും? നീതിയുടെ ആ ദിവസം നമ്മുടെ സ്വപ്നം നാളെയെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ദിവസം ഇല്ല, നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനാവില്ല. ഞാനാണോ നിങ്ങളാണോ ശരിയെന്നറിയാൻ 1 or 2 തലമുറയെങ്കിലും ബലി കൊടുക്കേണ്ടി വന്നേക്കും. എത്രയോ യുദ്ധങ്ങളും വിപ്ലവങ്ങളും നടന്നു കഴിയും. ഞാനും നിങ്ങളും അപ്പോഴേക്കും മണ്ണോട് ചേർന്നിരിക്കും. മറ്റുള്ളവരുണ്ടാവും, എന്റെ സഹോദരങ്ങൾ. മറ്റുള്ളവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ദൂരെയുള്ള പേരറിയാത്തൊരു സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്റെ മുഖത്തടിക്കാൻ എനിക്കാവില്ല. ഹരി, വേണ്ട സമയത്ത് കൊല ചെയ്യാതിരിക്കുന്നത് ലക്ഷ്യമൊന്നുമില്ലാതെ കൊല്ലുന്നതിന് സമമാ. സ്റ്റീഫ, നിർത്ത്. ഞങ്ങൾ ആരും നിന്നോട് യോജിക്കുന്നില്ല. ആ കുട്ടികളെ കൊന്നുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഇതാണ് നമ്മുടെ തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ അടുത്ത അവസരത്തിനായി നമ്മൾ. അപ്പോഴും കുട്ടികൾ കൂടെ ഉണ്ടെങ്കിലോ? മറ്റൊരവസരത്തിനായി നാം കാത്തിരിക്കണം. ചീഫിന്റെ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. ഇരിക്കെ
നിനക്കെന്താ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നാരായണനോട് തനിച്ചൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവിടെ അവരെല്ലാം ഉണ്ടാവും എപ്പോഴും. എന്താ പറയ്. നിനക്ക് എന്തു പറ്റി ജമാലെ? നീ ഇന്നലെ ഉറങ്ങിയില്ലേ? എനിക്ക് ഭയങ്കര ക്ഷീണം. നീ എന്താ വല്ലാതെ? വല്ലാത്ത തളർച്ച തോന്നി. കുടിക്കാൻ ചായ പറയട്ടെ? നാരായണനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയ്. നിനക്ക് ബോംബെറിയാൻ വയ്യേ? അതാണോ കാര്യം? എനിക്കതിന് എന്താ നിനക്ക് പേടിയാണോ? അതാണോ പ്രശ്നം? പറയ്. ഇതിൽ പേടിക്കാനൊന്നുമില്ല. അതെ, എനിക്ക് പേടി തോന്നുന്നുണ്ട്. അതോർത്ത്. പക്ഷെ മിനിഞ്ഞാന്ന് നിനക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. അല്ല, എനിക്ക് അപ്പോഴും പേടി തോന്നിയിരുന്നു. ആദ്യത്തെ ബോംബ് പൊട്ടാതെ പോയതോടെ എന്റെ ദേഹമാകെ തളരാൻ തുടങ്ങി. സാരമില്ല ജമാൽ, നിന്റെ ധൈര്യവും ശക്തിയൊക്കെ തിരിച്ചു വരും, ഉറപ്പ്. അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടും ധൈര്യം തിരിച്ചു കിട്ടിയില്ല. നാരായണേട്ടാ, ഞാൻ നേരത്തെ നുണ പറഞ്ഞതാ. എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നലെ. നാരായണേട്ടാ, എനിക്കിനി വയ്യ. അങ്ങനെ വിട്ടുകൊടുക്കുക ജമാൽ. നോക്ക് നോക്ക്, ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. നിനക്ക് മനസ്സിലാകുന്നില്ലേ? ശരി, ഇപ്പോൾ നീ ഞങ്ങളോട് നിൽക്കണ്ട. 1 മാസം എവിടെയെങ്കിലും മാറി നിന്നിട്ട് പിന്നെ വന്ന് ചേർന്നാൽ മതി. അല്ല, ഇന്ന് എനിക്കായില്ലെങ്കിൽ നാളെയും ആവില്ല. പിന്നെ നാരായണേട്ടാ, ഞാൻ കമ്മിറ്റിയുടെയും പ്രചരണത്തിന്റെ കാര്യം നോക്കിക്കൊള്ളാം. പക്ഷേ അപകട സാധ്യത 2 വശത്തും ഒരുപോലെയാ. അതെ, പക്ഷെ മറുവശത്തതൊന്നും അറിയാതെ കഴിയാമല്ലോ. നാരായണേട്ടാ, എനിക്ക് ചേർന്ന ഒരു ജോലി തന്നാ മതി. ചെറിയൊരു ജോലി, എനിക്ക് താങ്ങാനാവുന്നത്. ഇവിടെ ചെറിയ ജോലികളൊന്നുമില്ല ജമാലെ. നമ്മുടെ എല്ലാ വഴികളും നയിക്കുന്നത് തുറുങ്കിലേക്കും കഴുമരത്തിലേക്കുമാണ്. ഞാൻ പോയ കാര്യം നാരായണേട്ടൻ അവരോട് വിശദമായി സംസാരിക്കണം. ഭീരുക്കൾക്കും വിപ്ലവത്തെ സഹായിക്കാനാവുമെന്ന്. നമ്മളെല്ലാം ഭീരുക്കൾ തന്നെയാ ജമാലെ. എപ്പോഴത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, ഞാൻ അവരോട് പറയാം. പിന്നെ ഹരിയോട് പ്രത്യേകം പറയണം. ഇതൊന്നും അവൻ കാരണമല്ല ഉണ്ടായതെന്നും പറയണം. എനിക്ക് അവനോട് സ്നേഹമേ ഉള്ളൂ എന്നും പറയണം.
ഞാൻ പറയാം. ശരി ജമാലെ, പോയി വാ. എല്ലാം ശരിയാകും. നമ്മൾ ജയിക്കും. അതേ നാരായണ, നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കമ്മീഷണർ ഓഫീസിൽ നിന്ന് മെസ്സേജ് കിട്ടി. നാളെ തന്നെയാ, നാളെ 7 മണിക്ക്. പിന്നൊരു കാര്യം കൂടി, ജമാൽ ആവില്ല രണ്ടാമത്തെ ബോംബ് എറിയുന്നത്. അവന് തീരെ വയ്യ, ശരിയാവില്ല. കാരണം ഞാനാ അല്ലേ നാരായണ? ഹേയ്, നിന്നോട് അവന് ദേഷ്യമൊന്നുമില്ലെന്ന് പറയാൻ എന്നോട് പറഞ്ഞു. തൽക്കാലം കുറച്ചാളത്തേക്ക് അവൻ മാറി നിൽക്കട്ടെ. കമ്മിറ്റിയിലും മറ്റും അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോണെന്ന് അവൻ പറഞ്ഞു? ഇല്ല, എന്റെ തീരുമാനമായിരുന്നു. അപ്പൊ അവസാന മിനിറ്റിൽ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കുറയ്ക്കുക അല്ലേ? ആ, എനിക്കങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. നിങ്ങളോടൊക്കെ ആലോചിക്കാൻ എനിക്ക് പറ്റിയില്ല. തൽക്കാലം ജമാലിന്റെ ജോലി ഞാൻ തന്നെ ചെയ്യും. വേണ്ട സ്റ്റീഫൻ. നാരായണ, നിങ്ങളാ ലീഡർ. ഇവിടെ ഇരിക്കേണ്ടതാ നിങ്ങളുടെ കടമ. ചിലപ്പോഴൊക്കെ സമയം വരുമ്പോ ലീഡർക്കും സ്വന്തം ധൈര്യം തെളിയിക്കേണ്ടി വരും. ആ സ്റ്റീഫ, തൽക്കാലം എന്റെ ജോലികൾ നീ തന്നെ ചെയ്യണം. ഇനി നമുക്ക് അധികം സമയമില്ല, എല്ലാം ചെയ്തു തുടങ്ങാം. ജമാല് പോയി. അതിന് കാരണം നീയല്ല. നിനക്ക് തോന്നും ഞാൻ അവനെ വേദനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അവൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് അവന് ഏറ്റവും വലിയ സന്തോഷം. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ തിരിച്ചു വരും. ഏയ് ഇല്ല. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കും നിനക്ക് ഇപ്പൊ നിരാശ തോന്നുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പോ ഞാൻ നിന്റെ കൂടെയല്ലേ. ഇപ്പൊ എനിക്ക് സന്തോഷാ തോന്നുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? 2 ദിവസം മുമ്പ് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ശരിയാ, അന്നെനിക്ക് പലതും അറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. നീ അന്ന് പറഞ്ഞത് എത്ര ശരിയാ. ഇതൊന്നും
അത്ര എളുപ്പമല്ല ഇതൊന്നും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വെറുപ്പും കൊലയും കൊണ്ടൊന്നും ഒരു സന്തോഷവും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എനിക്ക് ചുറ്റുമുള്ള ഈ യാതനയും ദാരിദ്ര്യവും അതൊന്നും സഹിക്കാനും ആവുന്നില്ല. അയാളെ കൊന്നേ തീരൂ. പക്ഷെ അരുണ, ഒന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വെറുപ്പിനും പകയ്ക്കും അപ്പുറം ഞാൻ ചെന്നെത്തും. അപ്പുറം? അതിനപ്പുറം ഒന്നുമില്ല ഹരി. ഉണ്ട്, അതിനപ്പുറം. അവിടെ സ്നേഹമുണ്ട്. സ്നേഹം? നമുക്കതല്ല വേണ്ടത് ഹരി. നോക്ക്, അക്രമവും അനീതിയും കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുക. മനുഷ്യനീതിയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് സ്നേഹിക്കാൻ അവകാശമില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം ഒരുതരം പേരുകളില്ലാത്ത ദുഃഖം നിറഞ്ഞ സ്നേഹമാ. നമ്മൾ അവരിൽ നിന്ന് അത്രയേറെ ദൂരെയാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തം മുറിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു, അല്ലേ? പിന്നെ ജനങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് അവരോടുള്ള സ്നേഹം അവരറിയുന്നുണ്ടോ? ഇല്ല, ആരും ഒന്നും പറയുന്നില്ല, ഒരു വാക്ക് പോലും. പക്ഷെ അരുണ, അത് തന്നെയല്ലേ യഥാർത്ഥ സ്നേഹം? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ. അതെ, അത്ര ഒറ്റപ്പെട്ടൊരു ശബ്ദം പോലെ നമ്മുടെയൊക്കെ സ്നേഹം. ഹരി, പുതിയൊരു ലോകം ഞാൻ ചിലപ്പോൾ സ്വപ്നം കാണാറുണ്ട്. നിറയെ സൂര്യപ്രകാശം, തുറന്നു പിടിച്ച കൈകൾ, അഹങ്കാരമില്ലാത്ത മനസ്സുകൾ, എല്ലാം. ഹരി, ഈ ലോകത്തിന്റെ വേദനകൾ ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മറക്കാനാവുമോ? ഒരു മണിക്കൂർ നമ്മൾ സ്വതന്ത്രരായി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഹരി? ഉണ്ട്, ഉണ്ട് അരുണ, അത് തന്നെയാണ് സ്നേഹം. അതെ, ആ സ്നേഹം നിനക്കൊന്നുമല്ലേ? നീതിയെയും നീ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെയാ. ഹരി, എന്നെയോ? എന്നെ നീ സ്നേഹിക്കുന്നില്ലേ? എന്നെ പോലെ നിന്നെ ആരും സ്നേഹിക്കില്ല. നീതിയെക്കാളും അധികം നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? പ്രസ്ഥാനത്തെക്കാളും. നീ നീതിയും പ്രസ്ഥാനവുമെല്ലാം ഒന്നിച്ചുള്ളതല്ലേ? അതെ, അതല്ല ഞാൻ ചോദിച്ചത്. നിനക്ക് എന്നോടുള്ളത് ഒരാണിന്റെ സ്നേഹമാണോ? വെറും ഒരാണിന്റെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം? ഞാൻ അനീതി ചെയ്താലും നീ എന്നെ സ്നേഹിക്കുമോ? എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിന്നോടായിരിക്കില്ല എന്റെ സ്നേഹം. നീ എനിക്ക് ഉത്തരം തന്നില്ല ഹരി. പറയേ, പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലായിരുന്നെങ്കിലും നീ എന്നെ സ്നേഹിക്കുമോ? സ്നേഹിക്കും എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തു പറയേ ഹരി. ശരിക്കും നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയ. ഈ അനീതിയും വേദനകളെയും മറക്ക്. എന്നെ സ്നേഹിക്കുന്നെന്ന് പറയ. മകേരണ, നിർത്ത്. ഇല്ല, ഒരിക്കലെങ്കിലും എന്നെ നിനക്ക്
വേണമെന്ന് പറഞ്ഞു കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ അനീതി നിറഞ്ഞ ലോകത്തെക്കാളും നിനക്ക് വിലപ്പെട്ടതാണ് ഞാനെന്ന് പറഞ്ഞു കേൾക്കാൻ. വേണ്ട രണ, മതി. നീ പറഞ്ഞത് എന്റെ മനസ്സിലുള്ളത് തന്നെയാ. പക്ഷേ ഞാനിപ്പോ വഴിപതറിക്കൂടാ. അതെ, ശരിയാ. ഞാനത് മറന്നുപോയി. എന്റെ ആഗ്രഹം അത് ശരിയല്ല. എനിക്ക് തീരെ വയ്യ. നീതിയെ തുറങ്കിൽ കിടക്കുന്നവരെ സ്നേഹിക്കുന്ന പോലെ തന്നെയാ ഞാൻ നിന്നെയും. എനിക്കത് പറയാനായില്ല. ഹരി, വേനൽക്കാലം എങ്ങനെയുണ്ടാവുന്നറിയോ? ഇവിടെ എപ്പോഴും മഴയും തണുപ്പും. നമ്മൾ ഈ ലോകത്തിൽപ്പെട്ടവരെയല്ല. സ്നേഹബന്ധങ്ങളുടെ ചൂട് നമുക്കുള്ളതല്ല. നമ്മൾ ഒരു നീതിവാദികൾ മാത്രമാ. അതെ അരുണ, ഈ ഭൂമിയിലുള്ള നമ്മുടെ കടമ അതാ. നമ്മുടെ സ്നേഹത്തിന് ഇവിടെ ഒരു സ്ഥാനമില്ല. കുറച്ചു മണിക്കൂറുകൾക്കകം ഞാൻ അയാളെ കൊന്നു കഴിയും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഞാൻ റെഡിയാ. അരുണ, ഞാൻ പോട്ടെ. അങ്ങനെ പറയല്ലേ ഹരി, നമ്മൾ ഇനിയും കാണും. അതെ അരുണ, ഞാൻ നിന്നെ വിപ്ലവം ജയിക്കട്ടെ. വിപ്ലവം ജയിക്കട്ടെ. അരുണ, ഹരി ദൈവവിശ്വാസിയാണോ? അതെ, അവന്റെ ഉള്ളിൽ ദൈവമുണ്ട്. അവൻ നടന്നുപോയ രീതി നീ കണ്ടില്ലേ? ദൈവം അവന്റെ ഉള്ളിലുണ്ട്. അതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ദൈവവിശ്വാസമില്ല. നീതിക്കും നിരാശയ്ക്കും ഇടയ്ക്ക് എന്നെപ്പോലുള്ളവർക്ക് മറ്റൊന്നും കാണാനാവില്ല. പക്ഷേ ഹരിക്ക് നീതിക്കകത്തും നിരാശ കണ്ടെത്താനാവും. അവന്റെ മനസ്സ് അലിവുള്ളതാ.
ഇന്നവൻ അയാളെ കൊല്ലും. അതാണ് പ്രധാന കാര്യം. അരുണ, നീ എന്താ ഒന്നും പറയാത്തെ? നിനക്കവനോട് സ്നേഹമായിരുന്നു? സ്നേഹിക്കാൻ കുറച്ച് സമയം ആവശ്യമല്ലേ? പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ നമുക്ക് സമയം തികഞ്ഞില്ല. ശരിയാ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്രയധികം. പിന്നെ നമുക്കെല്ലാം ഒന്നാവാം. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. നമ്മളില്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാവും. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റീഫൻ, ഈ വാക്കൊന്ന് പറഞ്ഞേ. എന്താ? ഇതൊന്ന് പറയൂ. വെറുപ്പ്. വെറുപ്പ്? ശരിയാ, ഹരിക്കിതൊരിക്കലും ശരിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഓ, അത് ശരി. നീയും എന്നെ വെറുക്കുകയല്ലേ? നിങ്ങളെല്ലാവരും ഒരുപോലെയാ. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേരും പറഞ്ഞ് എന്നെ. അതെ, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, വെറുക്കുക തന്നെ ചെയ്യുന്നത്. എനിക്കെന്തിനാണ് എന്റെയൊക്കെ സ്നേഹം? 3 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ വെച്ച് ഞാനത് മനസ്സിലാക്കി. ആ 3 വർഷവും ഞാനത് ഉള്ളിൽ കൊണ്ടാ നടന്നത്. ഞാനെന്താ അവന്റെ കൂട്ട് കുരിശു കൊണ്ട് നടക്കുന്ന പോലെ ബോംബ് കൊണ്ട് നടക്കണോ? വയ്യ, അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നോക്ക്, അവരുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളാ. നീ ഇപ്പോഴും നീ എന്നെ വെറുക്കുന്നുണ്ടോ? അരുണ, എന്നോട് ക്ഷമിക്കൂട്ടി. അത്രമാത്രം ഞാൻ തളർന്നുണ്ട്. എത്ര വർഷങ്ങളാ ജയിൽ ചാടലും ഒളിവിൽ പോകലും ഒക്കെയായിട്ട്. സ്നേഹിക്കാൻ എനിക്കെങ്ങനെ ശക്തി കിട്ടുന്നത്? വെറുക്കാനെങ്കിലും. കൊന്നത് ഞാനാണ് അവനെ കൊന്നത്. നമ്മളാണ് അവനെ കൊന്നത്. ഹരിക്ക് എന്നെ അറിയില്ല. ഓ ഇല്ല, പക്ഷെ എനിക്ക് ഹരിയെ നന്നായി അറിയാം. ഇവിടെ തീരെ വെളിച്ചം പോരാ. താഴത്തെ സെല്ലുകളിൽ വെച്ച ആളുകളെ കണ്ട ഒരു പ്രേതം പിടിച്ച മാതിരിയാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്നെ അറിയാം. അഗസ്റ്റിൻ ജോസഫ്, പോലീസ് കമ്മീഷണർ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ജാടയൊന്നും കാണിക്കില്ല. ഏതായാലും ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് തരാൻ പോവുകയാണ്. മാപ്പോ? അതിനോട് ആരാ മാപ്പ് ചോദിച്ച്? ആരും അത് ചോദിച്ചു വാങ്ങാറില്ലല്ലോ. ഞങ്ങളത് കൊടുക്കുക പതിവ്. എനിക്ക് നിങ്ങളുടെ മാപ്പൊന്നും വേണ്ട. വേറൊന്നും എനിക്ക് പറയാനുമില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നാമെങ്കിലും. സത്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നാ ഉള്ളത്. നിങ്ങൾ ചുമത്തിരിക്കുന്ന കുറ്റം? ഒരു കുറ്റവുമില്ല. ഞാനൊരു രാഷ്ട്രീയ തടവുകാരനാ, കുറ്റവാളിയല്ല. ആയിക്കോട്ടെ, പക്ഷെ സംഭവം നടന്നു കഴിഞ്ഞു ഇല്ലേ? രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോ എന്താ സംഭവം? ഒരു മനുഷ്യൻ
വധിക്കപ്പെട്ടു. അതും ഏറ്റവും മൃഗീയമായ തരത്തിൽ. അനീതിക്ക് നേരെ ഞാൻ ബോംബെറിഞ്ഞത്, ഒരു മനുഷ്യന് നേരെയല്ല. അതെ, ഒരു സംശയമില്ല. അവരാ ശവം പൊക്കിയെടുത്തപ്പോ തല കാണാനില്ലായിരുന്നു. തിരിച്ചറിയാൻ കഴിയുന്ന ഏകഭാഗം ഒരു കൈയും കാലിന്റെ ഒരു തുണ്ടും മാത്രം. ചെതറിയ കുറെ ചോരപ്പാടുകൾ. മതി, എനിക്കറിയാം, മതി. ചീഫിനെ കൊന്നത് നിങ്ങളല്ല, പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് തരേണ്ട കാര്യമില്ല. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ ഹരി എന്ന നിങ്ങളാണ് ചീഫിനെ കൊന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഹരിക്ക് മാപ്പ് തരേണ്ട ആവശ്യം വരും, ഇല്ലേ? അപ്പോൾ മാപ്പ് നിങ്ങൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്. നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു? ഇതുവരെ ഇല്ല. ഇനി നിങ്ങൾ ജീവിക്കാൻ തന്നെയാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കത് മനസ്സിലായി, എനിക്കറിയാം. നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അവരെ കാണിച്ചു തരുന്നതിന് നിങ്ങളുടെ ആദർശം അനുവദിക്കില്ല. പക്ഷെ ശരിക്കൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ അവർക്ക് വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. പിന്നെ അവർ ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടില്ല. മനസ്സിലായോ? എനിക്ക് തീരെ തിരക്കില്ല. മെല്ലെ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് ചീഫിന്റെ കുട്ടികളെ വെറുതെ വിട്ടത് എന്തിനാ? നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞ ആള് തന്നെ. പറയേ, എന്തിനാ അവരെ ഒഴിവാക്കിയത്? ഞാൻ പറയട്ടെ, ചീഫിനെ കൊല്ലാൻ ആദർശത്തിന്റെ ബലം മാത്രം മതി. എന്ന കുട്ടികളുടെ കാര്യം വേറെയാ, അല്ലേ? അപ്പൊ ഒന്നുകൂടി ആലോചിച്ചാൽ കുട്ടികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാത്തൊരു വിശ്വാസം, ആദർശം ചീഫിനെ കൊന്നതിനെ എങ്ങനെ ന്യായീകരിക്കും? വേണ്ട, ഇപ്പൊ പറയണ്ട, സമയമാവുമ്പോ മതി. അതെന്നാണല്ലേ? റൈറ്ററുടെ വീട്ടിൽ നിന്ന് വിവരം കിട്ടിയത്. അത് ഇന്ന് രാത്രിന്നാ, അല്ലെങ്കിൽ പുലർച്ചെ. ഡ്യൂട്ടിയിലില്ലാത്തവരെ റിപ്പോർട്ട് ചെയ്യാൻ ഓർഡർ ഉണ്ടത്രേ. ഏതായാലും നാളെ വിവരം അറിയാം. സ്റ്റീഫനെ രാവിലെ ഗോഡൌണിൽ ചെന്നാ കാണേണ്ടത്. അവനിവിടെ വരാനാവില്ല, ജമാലും ഉണ്ടാവും. നീ വരണ്ട, ഞാൻ പോയി. എനിക്കത് നേരിട്ട് കേൾക്കണം. എനിക്കതിന് അവകാശമുണ്ട്. ഒന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാറായിട്ടില്ല. അവൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ല, അവനത് ചെയ്യില്ല. അവന് മരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ചെയ്തതിൽ നിന്ന് അവൻ പിന്തിരിയില്ല. അവൻ ചീഫിന്റെ ഭാര്യയെ കാണുമെന്നാ പറയുന്നത്. അത് തീരുമാനിക്കേണ്ടത് അവനാ. അല്ല, അത് നമ്മുടെ ആദർശത്തിനെതിരാണ്. കൊല്ലുന്നത് മാത്രമാണ് നമ്മുടെ ആദർശം. ഇപ്പോഴവൻ സ്വതന്ത്രനാ. അവൻ മരണത്തോട് അടുത്ത് നിൽക്കേ, വളരെ അടുത്ത്. അരുണ, ഹരി ജീവിച്ചു കാണാനാ എനിക്കിഷ്ടം. അവനെ പോലുള്ളവരെ നമുക്ക്. പക്ഷെ അവന് ജീവിക്കണമെന്നില്ല. എനിക്കവനെ അറിയാം. അങ്ങനെ മാത്രമേ അവന് സമാധാനമാവൂ. മരണത്തിൽ മാത്രം. അവൻ മരിച്ചോട്ടെ, വേഗത്തിൽ. ഞാനെന്ന് ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം ചീഫിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി. അവർ ഹരിയെ കാണാനാ വന്നത്. എന്നെയോ?
അവർക്ക് നിന്നെ കാണാനും സംസാരിക്കാനുമുണ്ട്. ഭർത്താവിന്റെ മരണശേഷം അവരുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിപ്പോയി. അതുകൊണ്ട് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. അവര് വലിയൊരു ദൈവവിശ്വാസിയാ. നിന്നെ എല്ലാരും കൂടെ വല്ലാതെ താലോലിച്ച് വഷളാക്കുന്നുണ്ടല്ലേ. ആദ്യം പോലീസ്, പിന്നെ ദൈവം, പിന്നെ ഇതെല്ലാം ഒന്നിച്ചുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. തടവറയില്ലാതെ ദൈവത്തെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മരിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഉറങ്ങുകയായിരുന്നു. ചാരുകസേരയിൽ. എല്ലാ ദിവസവും അതായിരുന്നു പതിവ്. കാലിന്മേൽ കാലും കയറ്റിവെച്ച് ഉറങ്ങുകയായിരുന്നു. നിങ്ങളോ? ആ വൈകുന്നേരം അദ്ദേഹത്തെ ഇടവഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടി, നിനക്ക് ചെറുപ്പമാ. നിന്റെ മനസ്സിന് ചെറുപ്പമായിരിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. കുട്ടി, നിനക്ക് തെറ്റ് ചെയ്തുവെന്ന് ഇല്ല. എനിക്ക് നിന്നോട് അനുകമ്പയേ ഉള്ളൂ. നോക്ക്, എന്നെ നീ എന്തിനാ ഒഴിവാക്കിയത്? ഞാൻ നിങ്ങളെയല്ല ഒഴിവാക്കിയത്, ആ കുട്ടികളെയാ. എന്നോടൊന്നിച്ച് നീ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടാനാ ഞാൻ വന്നത്. നമ്മുടെ എല്ലാ മനഃശാന്തിക്ക് വേണ്ടി. ദൈവത്തിന് മാത്രമേ നിനക്ക് മാപ്പ് തരാനാവൂ. ഏത് ദൈവം? എന്റെയോ അതോ നിങ്ങളുടെയോ? കാലം മാറിയില്ലേ? ദൈവത്തിന്റെ ആൾക്കാർ അലങ്കാരവും ആർഭാടവും മാത്രമേ സ്വന്തമാക്കിയുള്ളൂ. ദയവും മനുഷ്യത്വവും കാണിക്കേണ്ട ജോലി ഞങ്ങൾക്കും വിട്ടുതന്നു. ഞങ്ങളെന്ന് വെച്ചാൽ? നിങ്ങൾ തൂക്കിലേറ്റുന്നവരെല്ലാം. കുട്ടി, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ആണ്. നിങ്ങൾ എന്റെ ശത്രുവാ. നിങ്ങളെല്ലാവരും. ഞാനിപ്പോ പ്രാർത്ഥിക്കണം. പിന്നെ എന്റെ കൂടെ ഉള്ളവരുടെ പേര് പറഞ്ഞ് അവരെ ഒറ്റ കൊടുക്കണം, അല്ലേ? ഞാൻ ജനിച്ചതൊരു കൊലപാതകയായിട്ടല്ല. എന്നെ അതിലേക്ക് തള്ളിവിടുകയായിരുന്നു നിങ്ങളെല്ലാവരും. കുട്ടി, ദൈവത്തോടല്ലാതെ മറ്റാരോടും നിന്റെ വേദന പങ്കിടാനാവില്ല. ആവും. സാധാരണ ആളുകളുടെ കൂടെ, മനുഷ്യവംശത്തിന്റെ കൂടെ. പക്ഷേ ഈ മനുഷ്യർ, അവര് പിഴച്ചവരാ. നിനക്കവരെ നശിപ്പിക്കാനോ മാപ്പ് കൊടുക്കാനോ മാത്രമേ കഴിയൂ. അല്ല, എനിക്ക് അവരോടൊപ്പം മരിക്കാനാവും. പക്ഷേ നീ മരിക്കുന്നത് ഒറ്റയ്ക്കാ. അദ്ദേഹം മരിച്ചതും ഒറ്റയ്ക്കാ. അല്ല, എനിക്ക് അവരോടൊപ്പം മരിക്കാനാവും. പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ചു തന്നെ മരിക്കണം. ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നിക്കാനായില്ല. അനീതിയും ലജ്ജയും ദുഃഖവുമെല്ലാം കൊണ്ട് ജീവിക്കുക എന്നത് ഒരു യാതനയാണ്. കാരണം എന്നും വേർപാടാ ജീവിതം. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒരിക്കലും അടുക്കാനാവാത്ത വേർപാട്. നാരായണേട്ടാ, ജയിൽ വളപ്പിൽ മരങ്ങളുണ്ടാവും. അതെ, എനിക്കറിയാം.
മരങ്ങളുണ്ട്. അവനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അരുണ, കാര്യങ്ങളെല്ലാം ഉടനെ അറിയില്ലേ കുട്ടി? നീ ഇങ്ങനെ അരുണ, നിനക്ക് ആ മുറിയിലോട്ട് വന്നിരുന്നൂടെ? ഈ മഴയത്തും തണുപ്പിലും. വാ, അകത്തിരിക്കാം. എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് നാരായണേട്ടാ. എപ്പോഴേ മരിച്ചു കഴിഞ്ഞതുപോലെ, ഒരുപാട് വയസ്സായ പോലെ തോന്നുന്നു എനിക്ക്. നാരായണൻ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കിനി ഒരിക്കലും ചെറുപ്പമാവാൻ പറ്റില്ല. ആദ്യത്തെ കൊലയിലൂടെ നമ്മുടെ കുട്ടിക്കാലം കണ്ണിൽ നിന്നും മറഞ്ഞു. ആദ്യത്തെ ബോംബെറിഞ്ഞപ്പോ നമ്മുടെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നി. നാരായണേട്ടാ, ഏട്ടൻ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണത്. എനിക്കത് ഓർമ്മയില്ല. എത്ര കാലം? 4-5 വർഷം. അപ്പൊ പ്രസ്ഥാനത്തിന്റെ കൂടെയായിട്ടോ? 12 വർഷം. പക്ഷേ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് പ്രസ്ഥാനത്തെയാണ്. സ്നേഹിക്കാം, പക്ഷെ സ്നേഹിക്കപ്പെടാൻ പാടില്ല, അല്ലേ? ആളുകളെ, മുഖങ്ങളെയാണ് നമുക്ക് സ്നേഹിക്കാൻ ഇഷ്ടം, വെറും നീതിയല്ല. പക്ഷെ നമുക്കത് പാടില്ല. നമ്മൾ വലിയ ആൾക്കാരുടെ വേഷം കെട്ടാൻ വിധിക്കപ്പെട്ടവരാ. അരുണ, ദുരിതങ്ങളും അനീതിയും. അതെ, എനിക്കറിയാം. ഈ ലോകത്തിന്റെ ദുരിതങ്ങളെല്ലാം നമ്മുടെ ചുമല്ല. നമ്മളെല്ലാം തടവുകാരാ. ഹരി, അവൻ അവസാനത്തിലേക്ക്. അരുണ, അവന് മാപ്പ് കിട്ടും. ഇല്ല, അവനത് കിട്ടില്ല. അവനത് വാങ്ങാനും പാടില്ല. ഒരു പക്ഷേ ഇപ്പോഴവൻ ജയിൽ വളപ്പിൽ എത്തിയിട്ടുണ്ടാവും. അവന് തണുക്കുന്നുണ്ടാവോ നാരായണേട്ടാ? സ്റ്റീഫൻ, ഹരി നമ്മളെ ഒറ്റക്കൊടുത്തില്ല. നീ എല്ലാം കണ്ടോ? എന്തുണ്ടായത്? എനിക്കത് അറിയണം. എനിക്കത് നിന്നോട് പറയാനാവില്ല. നാരായണ, തിരിച്ചു പോയിക്കൊള്ളൂ. ഞങ്ങളിവിടെ കാലിയാക്കുക. പോലീസിനെ. ഇല്ല, ആദ്യം എന്നോട് പറഞ്ഞിട്ട്. എപ്പോഴാ അവരവനെ അറിയിച്ചത്? ഇന്നലെ രാത്രി 10 മണിക്ക്. എപ്പോഴാ അവരവനെ തൂക്കിലേറ്റിയത്? പുലർച്ചെ 4 മണിക്ക്.
പിന്നെ പെട്ടെന്നെല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോ എല്ലാം കഴിഞ്ഞു. 6 മണിക്കൂർ ഒരക്ഷരം മിണ്ടാതെ. അവൻ എന്താ ഇട്ടിരുന്നത്? ആ നരച്ച പാന്റാണോ? അല്ല, ജയിലിൽ ഉടുക്കുന്ന. അവന് തണുക്കുന്നുണ്ടായിരുന്നോ? പതിവില്ലാതെ തുറസായ ഒരു സ്ഥലത്തായിരുന്നു. യാർഡിന് പുറകിലെ ഇപ്പോഴും ഉപയോഗിക്കാത്ത പഴയ തൂക്കുമരത്തിൽ. അതാ എനിക്കെല്ലാം കാണാൻ സാധിച്ചു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. ചാറ്റൽ മഴയും. നിലത്താകെ ചളിയായി. വിറച്ചിരുന്നോ? ഇല്ല. അവൻ ആരെയാ നോക്കിയത്? എല്ലാവരെയും. പക്ഷേ അവൻ ആരെയും ശരിക്ക് കണ്ടതായി തോന്നിയില്ല. പിന്നെ എന്താണ് ഉണ്ടായത്? മതികുട്ടി, ഇത്രയും പോരാ, എനിക്കതെല്ലാം അറിയണം. അവന്റെ മരണം എനിക്ക് അവകാശപ്പെട്ടതാ. അവർ പിന്നെ വിധി പ്രസ്താവന വായിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ അതിനിടയിൽ എപ്പോഴോ കാലിൽ പറ്റിപ്പിടിച്ച ഒരു കഷ്ണം ചെളി കളയാനായി കാലൊന്ന് ഉയർത്തി കുടഞ്ഞു. ഒരു കഷ്ണം ചെളി. പിന്നെ പ്രാർത്ഥന ചെയ്യാനുണ്ടോ എന്ന് വാർഡൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. അവന്റെ ശബ്ദം സാധാരണ പോലെ, വലിയ ഗൗരവമൊന്നുമില്ല, തിടുക്കമില്ല. അവന്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നോ? അല്ലേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല, അവന് സന്തോഷം തന്നെ ആയിരിക്കും. എനിക്കറിയാം. അവന് ജീവിതത്തിൽ കിട്ടാത്തത് മരണത്തിലെങ്കിലും കിട്ടി. അതെ, അവന് സന്തോഷം തന്നെയായിരിക്കും. തൂക്കുമരത്തിലേക്ക് അവൻ സന്തോഷത്തോടെ നടന്നു, അല്ലേ? പടികളൊന്നൊന്നായി അവൻ കയറി. ഇരുട്ടിൽ മുങ്ങി. അവന്റെ തലയ്ക്ക് പുറത്തൂടെ കറുത്ത തുണിയിട്ട് മൂടിയത് മാത്രം ഞാൻ കണ്ടു. പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ എന്തോ നിലത്ത് വീഴുന്ന ശബ്ദം. കരയരുത്, കരയരുത്. ഹരി ഇനിയൊരു കൊലപാതകിയല്ല. നിലത്ത് വീണമർന്ന ഒരു ശബ്ദം മാത്രം. നിലത്ത് വീണമർന്നപ്പോ കുട്ടിക്കാലത്തിന്റെ സന്തോഷത്തിലാ തലചായ്ച്ചത്. അവന്റെ ചിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴും അവൻ ചിരിക്കുമായിരുന്നു, ഒരു കാരണവുമില്ലാതെ. അവൻ അത്രയ്ക്ക് ചെറുപ്പമായിരുന്നു. അവരെപ്പോഴും ചിരിക്കുക. എനിക്കറിയാം.
മുഖം മണ്ണിൽ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് നാരനേട്ടാ, ഏട്ടനെന്റെ സ്വന്തം ഏട്ടനല്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ. അടുത്ത തവണ ആദ്യത്തെ ബോംബ് എനിക്കറിയണം. ആദ്യത്തേത്. പെൺകുട്ടികളെ ഞങ്ങളതിന് ഞാനിപ്പോൾ പെണ്ണാണോ? അവളത് ചെയ്തോട്ടെ നാരായണ. സ്റ്റീഫ, അടുത്ത അവസരം നിന്റെ. അത് അവൾക്ക് കൊടുത്തേക്കോ. അവളിപ്പോ എന്നെ പോലെ തന്നെയാ. അടുത്ത ബോംബ് ഞാനറിയും. പിന്നെ അതേപോലെ ഒരു തണുത്ത രാത്രിയിൽ ഞാനും ഹരിയെപ്പോലെ നിലത്ത് വീണുറങ്ങും. ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട്